പിന്നെ ഇത് അമൂല്യന്റെ പരിസ്ഥിതി പറയുന്ന പോലെ ഒരു പൊടി പോലും അല്ല കണ്ടുപിടിക്കുക. അതേപോലത്തെ വണ്ടിയാണ്. അങ്ങനത്തെ ഒരാള് ഒരു നമ്മളെ കോഴിക്കോട് ഒരു പൗരപ്രമുഖം യൂസ് ചെയ്ത വണ്ടി. ഹൈ റൈഡർ അല്ലേ? ടൊയോട്ടയുടെ ഹൈ റൈഡറാണ്. അതായത് വേറെ ആരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. എന്താണ് ആ ഒരു കച്ചവടത്തിൻ്റെ ഒരു രഹസ്യം? എന്താണ് സത്യത്തിൽ ഞങ്ങൾക്ക് രഹസ്യങ്ങളൊന്നും ഇല്ല എന്നതാണ് രഹസ്യം. നമ്മുടെ രഹസ്യം അതാണ് രഹസ്യം. നമുക്ക് ഹിഡനായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ അത്രയും മൈലേജ് ഉള്ള നല്ലൊരു 7 സീറ്റർ, ഇത്രയും ഫീച്ചേഴ്സാണ്. വേറെ 7 സീറ്റർ നമുക്ക് കിട്ടും മൈലേജ് തന്നെ, പക്ഷേങ്കിൽ ഫീച്ചേഴ്സ് ഇത്ര കിട്ടത്തില്ല കിയ കിട്ടും പോലെ. അത്രയും ഈ ഒരു ഐറ്റം കണ്ടോ നിങ്ങൾ? റേഞ്ച് റോവറിൻ്റെ ഒരു വാഹനമാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കമൻറ്റ് ചെയ്തോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും വെറൈറ്റി ഒരു സെഗ്മെൻറ്റ് 1-2 വണ്ടികൾ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഇന്നും ഇവിടെ ലഭ്യമായിട്ടുണ്ട് വെറൈറ്റി സെഗ്മെൻറ്റ് കാറുകൾ. നമ്മൾ ഇതുവരെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നമ്മൾ കാണിക്കാത്ത വാഹനങ്ങളാണത്. അപ്പോൾ വന്നിരിക്കുന്ന ഷോറൂം കോഴിക്കോട് ഷമീസ് കാസാണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാൻ സാധിക്കും, നല്ലൊരു അടിപൊളി ഷോറൂമാണ്. ഇതാ ഓണർ ഷമീർക്കെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഷമീർ കാ നമസ്കാരം. ഹായ്, അടിപൊളിയല്ലേ? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പൊതുവേ ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അല്ല യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ കോമൺ ആയിട്ട് ഞാൻ ആദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. മൊത്തത്തിൽ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആണ്, പലയിടത്തും കച്ചവടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇതുവരെ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ചോദിച്ചിട്ട് കറക്റ്റ് പോകുന്നുണ്ട്. ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഷമീസ് കാസിൽ പോയിട്ട് നമ്പർ തിരക്കിയിട്ട് വീഡിയോയിൽ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, വീഡിയോൻ്റെ മുകളിൽ നമ്പർ ഉണ്ട്, പക്ഷെ എന്നാൽ കൂടെ നമ്പർ അന്വേഷിച്ചിട്ട് തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു കച്ചവടത്തിൻ്റെ ഒരു രഹസ്യം? എന്താണ് സത്യത്തിൽ ഞങ്ങൾക്ക് രഹസ്യങ്ങളൊന്നും ഇല്ല എന്നതാണ് രഹസ്യം. നമ്മുടെ രഹസ്യം അതാണ് രഹസ്യം. തുറന്ന പുസ്തകമാണ്. നമുക്ക് ഹിഡനായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തത് മെയിനായിട്ടുള്ള കാരണം പറയുകയാണെങ്കിൽ ദൈവാധീനമാണ്. ഓക്കെ, പിന്നെ നമ്മളെ കളക്ഷൻ നമ്മൾ കാണുന്നതിന് ഒരു 1-2 കാരണങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മളെ കളക്ഷൻസ് സ്റ്റോക്കിൽ നമ്മുടെ അടുത്ത് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമ്മളെ പ്രൈസിങ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഇതുവരെ നിങ്ങളുടെ അടുത്ത് വില കൂടുതലാണെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയിപ്പിക്കരുത് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. അതിന് വെച്ചാണ് നമ്മൾ പ്രൈസിങ് തന്നെ ചെയ്യുന്നത്. 3 വീഡിയോ ചെയ്യുമ്പോൾ 3 അങ്ങനത്തെ ഒരു കമന്റ് വന്നിട്ടില്ല. പിന്നെ നമ്മളെ കുറെ പോളിസികൾ, നമ്മളെ കച്ചവടത്തിൽ കുറെ പോളിസികൾ വെച്ചിട്ടുള്ള കച്ചവടങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറെ കുറവ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെയിനായിട്ട് ദൈവാനുഗ്രഹം, അതാണ് തീർച്ചയായും. അപ്പോൾ അതാണ് അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടിക്കാണും. പുതിയ ആളുകളായാലും വീഡിയോ കാണുന്നവരായാലും ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടിക്കാണും. അത്രയേ ഉള്ളൂ. അടിപൊളി വാഹനങ്ങളാണ്. സെമി പ്രീമിയം സെഗ്മെന്റ് അല്ല ഇവിടെ ഉള്ളത്. എബോവ് മിഡിൽ ക്ലാസ് കാർസാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ നടക്കാവിലും ഒക്കെ ആടും. നമുക്ക് നടക്കാവിൽ 2 പാർക്കിംഗ് യാർഡുകളുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 50-ലധികം കാറുകൾ വെക്കാനുള്ള യാർഡ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് നോക്കുന്നുണ്ടോ? നമ്മളിപ്പം ഇത്രയും കാലം നമ്മളൊരു 10 ലക്ഷത്തിന്റെ മുകളിലേക്കുള്ള കാറുകളായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഷോറൂം കണ്ടിട്ട് സെൻട്രലൈസ്ഡ് AC ഷോറൂം എല്ലാം കണ്ടിട്ട് പലരും അങ്ങോട്ട് കയറാൻ മടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പലരും തന്നെ വിളിച്ചു പറഞ്ഞു അവിടെ വില കൂടുതലായിരിക്കും, അവിടെ വലിയ ഷോറൂം അല്ലേ, അപ്പോൾ അങ്ങോട്ട് വരാനൊരു മടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വണ്ടി വാങ്ങിക്കേണ്ട, നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് വന്നു. ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഒരുപാട് പേര് വന്നു. അവർ വന്ന് നമ്മളെ ഷോറൂം കണ്ടു, വണ്ടികൾ കണ്ടു, കളക്ഷൻസ് കണ്ടു, പ്രൈസിങ് ചോദിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ, ഇന്ന് വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പോയി. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഷോറൂം പറഞ്ഞിരുന്നു യാർഡ് എടുത്തത്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് സാധാരണ മിഡിൽ ക്ലാസ് കസ്റ്റമേഴ്സിന് കൂടി ഉദ്ദേശിച്ചിട്ട് ഒരു 5 lakh above കാറുകൾ ഒരു കൂടി നമ്മൾ അതിന്റെ സ്റ്റോക്കിലേക്ക് കയറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. എത്രയും പെട്ടെന്നാവട്ടെ. നമ്മളെല്ലാം ഒരു 100 കാർ സ്റ്റോക്കിലേക്ക് എത്തും. എന്തായാലും നല്ല വിലഭാഗത്ത് തന്നെ കിട്ടും, അത് നമുക്ക് ഉറപ്പിച്ച് പ്രതീക്ഷിക്കാം. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് തിരുവണ്ണൂരാണ് കറക്റ്റ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, മറന്നുവേണ്ട. ബാക്കി നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതേപോലെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വാട്സപ്പ് ത്രൂ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലോട്ട് പോകാം അല്ലേ? നമുക്ക് ആദ്യം ആ സ്പെഷ്യൽ വാഹനത്തിൽ തുടങ്ങാം. റേഞ്ച് റോവർ വെലാർ അല്ലേ? ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, ആരൊക്കെ കമൻറ്റ് ചെയ്ത് നോക്കണ്ടേ? ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2022 മോഡൽ റേഞ്ച് റോവർ വെലാറിന്റെ ഡൈനാമിക് എസ് എന്നുള്ള വേരിയന്റ്. ഡൈനാമിക് എസ്. ഇത് ശരിക്കും കോമ്പാക്ട് SUV ആണ് റേഞ്ച് റോവറിന്റെ. 5 സീറ്റർ വണ്ടിയാണ്.
പിന്നെ ക്യൂട്ടായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ റീവണ്ടി ചെയ്യുന്നില്ല, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, റീവണ്ടി ചെയ്യുന്നേ ഇല്ല. കേരള വണ്ടികൾ മാത്രമേ നമ്മൾ ഡീൽ കേരള വണ്ടി മാത്രമേ ഉള്ളൂ. രജിസ്ട്രേഷൻ അതർ സ്റ്റേറ്റ് ഇല്ല, ചെയ്യില്ല. ഇനി തുടങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇല്ല, നിലവിലില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ കാണാത്തൊരു സെഗ്മെന്റ് ആണ്. റേഞ്ച് റോവറിന്റെ പല വാഹനങ്ങളും നമ്മൾ തന്നെ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ തന്നെ സ്പോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഇപ്പോൾ യുവോക്കും ഉണ്ട്. ഓക്കെ ഓക്കെ. ഡിസ്കവറി ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കിട്ടാത്തൊരു ഐറ്റാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. യുണീക്ക് ഐറ്റം ഇവിടെ എന്തായാലും ഉണ്ടാവും അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാ ബാക്കി? ഡീസലാണ്. ഇപ്പം റേഞ്ച് റോവർ വെലാറിൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് പെട്രോളാണ്. ഡീസലിനാണ് നല്ല ഡിമാൻഡ് ഉള്ളത്. മോഡൽ കൂടിയ വെലാർ ഡീസലിൽ മാർക്കറ്റിൽ അവൈലബിൾ ഇല്ല, കുറവാണ്. അത് ലോ കിലോമീറ്റർ വെലാർ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വളരെ കുറഞ്ഞ വണ്ടികളെ ഉണ്ടാവുള്ളൂ. ഈ വണ്ടിയുടെ പ്രത്യേകത, ഈ വണ്ടി ഇപ്പോൾ ഓൾറെഡി വാറണ്ടി ഉണ്ട്. പുതിയ വണ്ടിയാണ്, 2022 വണ്ടിയാണ്. ഇത് 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്ര വർഷം ഉണ്ട് വാറണ്ടി? 4 ഇയേഴ്സ് വാറണ്ടി വരുന്നതിനുപരി എക്സ്റ്റൻഡഡ് വാറണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം സർവീസ് നോക്കുകയാണെങ്കിൽ 15,000 സർവീസ് ബിലോ കിലോമീറ്ററിൽ ചെയ്തു. 12,000 കിലോമീറ്ററിന് മുമ്പായിട്ട് 15,000 സർവീസ് ടൈം ബേസിൽ ചെയ്തു. ഇനി 30,000 കിലോമീറ്റർ ആവുമ്പോൾ സർവീസ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ ഒരു 10 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. കിലോമീറ്റർ ബേസിലോ ഏതായാലും. പിന്നെ ഇത് അമൂല്യന്റെ പരിസ്ഥിതി പറയുന്ന പോലെ ഒരു പൊടി പോലും അല്ല കണ്ടുപിടിക്കുക, അതേപോലത്തെ വണ്ടിയാണ്. അങ്ങനത്തെ ഒരാൾ ഒരു നമ്മളെ കോഴിക്കോട് ഒരു പൗരപ്രമുഖം യൂസ് ചെയ്ത വണ്ടിയാണ്. അത്രയും നല്ല ക്ലാസ് ഒരാൾ യൂസ് ചെയ്ത വണ്ടിയാണ്. അത്രേ ഉള്ളൂ, നമ്മളാളെ എടുത്ത് പറയുന്നില്ല, പേര് പറയുന്നില്ല, അത് സസ്പെൻഡ്. അത്രേ ഉള്ളൂ. ഒരു അടിപൊളി വെറൈറ്റി വാഹനം. ഡീസൽ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഡീസലിന് എടുത്ത് പറഞ്ഞുകൊണ്ട് പെട്രോൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും മൈലേജ് ആണല്ലോ അന്വേഷിക്കാം. ഇതെടുക്കുമ്പോൾ പോലും ഇപ്പൊ ആളുകൾ മൈലേജ് നോക്കുന്ന ആളുകളായി പോയി ഇപ്പോ അല്ലെ? എങ്ങനെയാ ഇതിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 13 to 15 ആണ്. 15.3 ആണ് അവർ കമ്പനി പറയുന്നത്. നമ്മളൊരു അഷുറൻസ് പറയുന്നത് എബോ ഒരു 11 കിട്ടും. നല്ല മൈലേജ് ആണ്. ഈ സെഗ്മെന്റിൽ വെച്ച് നോക്കുക, നല്ല മൈലേജ് ആണ്. ഇതിന്റെ പുതിയ വണ്ടിക്ക് വരുന്ന പ്രൈസ് ഇപ്പോൾ 1,23,00,000 രൂപയാണ് വരുന്നത്. പുതിയ വണ്ടിക്ക് വരുന്നത് ഡീസലിന്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1 CR, 1 കോടി രൂപ. 1 കോടി രൂപ ഇപ്പൊ ചോദിക്കുന്നത്. സ്റ്റാർട്ടിങ് തന്നെ കോടി. ഓക്കെ, 1 കോടി രൂപയ്ക്കാണ് ചെറിയ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താം. അണ്ടർ കമ്പനി വാറണ്ടി ആണ്, എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട്, സർവീസ് ചെയ്ത വണ്ടിയാണ്. ഞാൻ പറഞ്ഞ ഒരു പൊടി പോലും ഇല്ലാത്ത ഒരു ക്ലീൻ പീസ് വണ്ടി, ഒരു സ്ക്രാച്ചോ ഒന്നും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി, അൺടച്ച് പീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയൊരു വാഹനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വന്നു അത്രേ ഉള്ളൂ. മാക്സിമം ലോണും കിട്ടുമല്ലോ? 90% ലോൺ കയറാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തെന്താ, നമ്മൾ ആദ്യമായിട്ട് യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഹൈ റൈഡർ അല്ലേ? ടൊയോട്ടയുടെ ഹൈ റൈഡർ ആണ്. അതായത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല അല്ലേ? കാരണം ഈ വണ്ടി റെഡി പൈസ കൊടുത്താലും റെഡിയിൽ കിട്ടാനില്ല. പൈസ ആയിട്ട് പോയിട്ട് ഇപ്പം നമ്മൾ നാളെ വണ്ടി വേണമെന്ന് പറയാം, അധികം പൈസ തരാന്ന് പറഞ്ഞാലും വണ്ടി കിട്ടില്ല. ഓക്കെ, ആ വണ്ടിയാണ് പ്രീമിയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അതെ. രജിസ്ട്രേഷൻ ടെമ്പററി ആണോ അതോ മാറിയോ? വണ്ടി ഇന്നലെയാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വണ്ടി ഇറങ്ങിയിട്ട് 3 മാസമായി, പക്ഷേ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ്. ഫാൻസി നമ്പർ. അതായത് കൊല്ലം വന്നിട്ട് 2023 മോഡൽ, രജിസ്ട്രേഷൻ 2024 അല്ലേ? ഓക്കെ, അങ്ങനെയായി. അപ്പോൾ എവിടെ ആയത്? നിങ്ങളുടെ സ്വന്തം നാട്ടിൽ വടകര KL18 രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഓക്കെ, ബാക്കി എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? അതെ, ഇറങ്ങിയിട്ട് 3 മാസമായി. കിലോമീറ്റർ 4,000 കിലോമീറ്റർ ഓടി. 4,000 കിലോമീറ്റർ ഓടി കുറ്റം പറയാൻ പറ്റില്ല. മൈലേജ് അതുമാതിരി മൈലേജാണ്. ഹൈബ്രിഡ് ആണ്. 28 കിലോമീറ്റർ ആണ് 1 ലിറ്റർ പെട്രോളിന് മൈലേജ് കിട്ടുന്നത്. പെർഫോമൻസ് 1 ലിറ്റർ പെട്രോളിന് 28 ലിറ്റർ കമ്പനി പറയുന്നത്. ഇതിൽ കാണിക്കുന്ന 25. നമ്മൾ വടകര ഇവിടേക്ക് എടുത്തു വരുമ്പോൾ മൈലേജ് കണക്കൂട്ടി 26 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്നും പറയില്ല, ഫിസിക്കലി കിട്ടിക്കഴിഞ്ഞു, വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനപ്പുറത്ത്. ഓക്കെ, നല്ല മൈലേജുള്ള ഒരു അടിപൊളി വാഹനം, വേറെ ഒന്നും നോക്കാനില്ല. വെയിറ്റ് പീരീഡ് ആണ്. ഹൈബ്രിഡിന് എത്ര വരുന്നുണ്ട് ഏകദേശം? പുതിയ വണ്ടിക്ക് 26,25,000 രൂപ പ്ലസ് ഈ വണ്ടിൻ്റെ മുകളിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. പിന്നെ 30,000 രൂപ കൊടുത്ത ഗ്രഫിൻ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. അതിന് വാറണ്ടി 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. പ്ലസ് നമ്മൾ ഈ ക്രോം എല്ലാം ചെയ്തിട്ടുണ്ട്, ഫുൾ മാറ്റ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടറെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് കുറെ കാലമായി നമ്മൾ പറഞ്ഞതുള്ളൂ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ 100 കിലോമീറ്റർ വാഹനമാണ്, വേറെ ഒന്നുമല്ല. നല്ല മൈലേജുള്ള ഒരു അടിപൊളി സെഗ്മെന്റ് വാഹനം. താല്പര്യം ബാറ്ററി ആണെങ്കിൽ ബാറ്ററി വന്നിട്ട് 8 years വാറണ്ടി ഉണ്ട് ബാറ്ററിക്ക്.
ATS വാറണ്ടി. ഉണ്ട്. ഓക്കെ. 3 വർഷത്തെ വാറണ്ടി കമ്പനിക്ക് ഉണ്ടാവും. പ്ലസ് 2 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് ഒന്നും ചെയ്യാനില്ല, കുറച്ച് പെട്രോൾ ഓടിക്കുക, കൂടുതൽ ഓടുക. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഒരു സർവീസ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഒരു 1000 കിലോ എത്ര? 1000 ഫസ്റ്റ് സർവീസ് 1000 ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി 10,000 കിലോമീറ്റർ സർവീസ് തന്നെ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ 6000 കിലോമീറ്റർ ഓടി ചെയ്താൽ മതി. നല്ല ഓട്ടോ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും, ഓട്ടോ ഇല്ലെങ്കിലും പ്രശ്നമില്ല. പണ്ടത്തെ ഡീസൽ വണ്ടി പോലെ പ്രശ്നമൊന്നുമില്ല. പെട്രോളാണ്, ഓട്ടോ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് എടുക്കാം. നല്ലൊരു അടിപൊളി വാഹനം. ഏറ്റവും ടോപ്പിൻ്റെ അല്ല? ഏറ്റവും ടോപ്പിൻ്റെ വെഹിക്കിൾ. മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. സോറി. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ആസ്ക് ചെയ്തത്? പുതിയ വണ്ടി 26,25,000 രൂപ. ഇവിടെ പലരും ഈ വണ്ടി എൻ്റെ സുഹൃത്ത് തന്നെ വാങ്ങിച്ചത് 50,000 രൂപ പ്രീമിയം കൊടുത്തായിരുന്നു. ഒരു ഗൾഫുകാരൻ എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇപ്പോൾ കൊടുത്താലും കിട്ടാനില്ല. ഇപ്പം നിങ്ങൾ പൈസ പോയിട്ട് 26,25,000 ടേബിളിൽ വെച്ചാലും വണ്ടി കിട്ടില്ല. 9 മാസം ബുക്കിംഗ് ആണ്. അതെ അതെ. പ്രീമിയത്തിനാണ് എല്ലാവരും വിറ്റുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ പ്രീമിയം വേണ്ട. നമ്മൾ ചോദിക്കുന്നത് 25,90,000 രൂപ. 25,90,000 ഈ ഒരു ഹൈ റൈഡർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള വണ്ടിയാണ്, മിസ് ചെയ്യണ്ട. നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിച്ചോ, നമ്മൾ പറയുന്നത് മാത്രം കേട്ടിട്ട് വില കേട്ടിട്ട് വില മാർക്കറ്റിൽ കിട്ടാനില്ല. ഈ ഹൈക്രോസ് ഒക്കെ പുതിയ വണ്ടിക്ക് 39 ലക്ഷം രൂപയാണ്. പല ഡീലർമാർ എടുക്കുന്നത് 40 ലക്ഷം രൂപ, 41-42 ലക്ഷത്തിനാണ് വിറ്റ് പോണത്. ഡീലർമാർ തന്നെ 40 ലക്ഷത്തിന് മുകളിൽ വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. പ്രീമിയം 2-2.5 ലക്ഷം രൂപ പ്രീമിയം ഹൈക്രോസ് ഉണ്ടായിരുന്നു. ഹൈ റൈഡറിന് 1 ലക്ഷം രൂപ വരെ പ്രീമിയം പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം വണ്ടിയുടെ ഷോറൂം റേറ്റിനേക്കാളും എക്സ്ട്രാ ഫിറ്റിക്സ് നോക്കുന്നതിന് നല്ല വില കുറച്ചിട്ട് തന്നെയാണ് പറയുന്നത്. കൂടുതൽ ചെറിയ വ്യത്യാസം നോക്കുകയും ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ലോണും കയറും. മാക്സിമം ലോണും. ഓക്കെ. വീണ്ടും നമ്മൾ തിരിച്ച് റേഞ്ച് റോവറിലേക്ക് തന്നെ വന്നിരിക്കുന്നു. ഇവോക്കാണ് അടുത്ത വാഹനം അല്ലേ? 2015 മോഡല് റേഞ്ച് റോവറിന്റെ ഇവോക്കിൽ ടോപ്പ് എൻഡ് വേരിയന്റ്, ഏറ്റവും ടോപ്പാണ്. ഡൈനാമിക് HSC ഡൈനാമിക് ഡബിൾ സൈലൻസർ വരുന്ന ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ. ഓക്കെ. അതെ. അപ്പോൾ എന്താ പറയുക, ഒരു സ്പോർട്ടി സാധനം, സ്പോർട്ടി കളറിൽ ഇന്റീരിയർ ഒക്കെ അങ്ങനെയാണ്, ഒരു സ്പോർട്ടി ലുക്കാണ്. ഇന്റീരിയർ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് വരിക. ഡൈനാമിക്കിലാണ് വരിക. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിലാണ് ഫിനിഷ് വരുന്നത്. ഓക്കെ. ഓട്ടോ എത്ര ഇപ്പോൾ നിലവിൽ? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ. 15 പറഞ്ഞ മോഡൽ? 2015 മോഡൽ. 2015 ആണ്. പ്രോപ്പർ ഹിസ്റ്ററി ആണോ? ഫുൾ ഹിസ്റ്ററി പ്രോപ്പർ ആണ്. PDF ആയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. PDF ആയിട്ട് ഉണ്ടല്ലേ? ഓക്കെ. അതാണ് PDF ആയിട്ട് വേണം. അത് കാണുമ്പോൾ അവർ നോക്കിക്കോട്ടെ അല്ലേ, കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെക്ക് ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. ഓക്കെ. എല്ലാം PDF ആയിട്ട് വെക്കണം. പിന്നെ ടയേഴ്സ് പുതിയതാണ്. 2 ടയർ പുതിയതാണ്, 2 ടയർ ആവറേജ് ഉണ്ട്. ഓക്കെ. ഇതിന്റെ ഒക്കെ നോക്കണം കേട്ടോ. ടയേഴ്സ് ഒക്കെ എത്ര കോസ്റ്റ് വരും ഏകദേശം ടയേഴ്സിനൊക്കെ മാറണമെങ്കിൽ? ടയേഴ്സിന് ഒന്നിന് ഏകദേശം 12,000 മുകളിൽ വരും. 12,000 മുകളിലുണ്ടാവും. അതാ പറഞ്ഞത്. അപ്പോൾ ടയർ എന്തായാലും നോക്കണം, നല്ലൊരു മാറ്റം വരും. ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമ്മളിത് ആസ്ക് ചെയ്യുന്നത് 29 ലക്ഷം രൂപ. 29 lakhs ആണ്. കേരള വണ്ടിയാണ്, കേരള വണ്ടി മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഓർമ്മിപ്പിക്കാണ്, കാരണം പെട്ടെന്ന് റീവണ്ടിയുടെ പ്രൈസിലേക്ക് നിങ്ങൾ പോരുത്, അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കാണ്. 29 lakhs 2015 മോഡൽ 90,000 കിലോമീറ്റർ ഓടിയ ഇവോക്ക് HSC ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ലോൺ കയറും അല്ലേ? തീർച്ചയായിട്ടും ലോൺ കയറുമല്ലോ. എത്ര വരുന്നുണ്ടോ? 29 lakhs IDV ഉണ്ട്. അതിനകത്ത് 25 ലക്ഷം വരെ ലോൺ കിട്ടും. 29 IDV 25 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ, മാക്സിമം കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ഡീസൽ 7 സീറ്റർ. നമ്മൾ പ്രീമിയത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അല്ലേ? ഓക്കെ. കിയയുടെ കാരൻസ് ആണ്, ഒരു ഓട്ടോമാറ്റിക് വാഹനം. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2022 മോഡൽ ഡീസൽ വേരിയന്റിൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ. ഓക്കെ. ലക്ഷറി എന്ന് പറയും. ലക്ഷറി അല്ലേ? ഡീസൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കീ ആണ്, 7 സീറ്റർ ആണ്, പിന്നെ സൺറൂഫ് വരുന്നുണ്ട്, സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. കിയന്റെ കൂടുതൽ പറയണല്ലോ നമ്മളെല്ലാം. അതെ, എയർ ബാഗ്സ് ഉണ്ട്. ഓൺലി ഇത് വെറും 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 15,000 മാത്രം. ഓക്കെ. 2022 വാഹനമാണ്. കമ്പനി വാറണ്ടി ആയിരിക്കും. കമ്പനി വാറണ്ടി ഉണ്ട്. 4 വർഷം ഉണ്ടാവും അല്ലേ? 4 വർഷം. അപ്പോൾ 26 വരെ വാറണ്ടി ഉണ്ടാവും. ഓക്കെ. അണ്ടർ വാറണ്ടി ഒന്നും നോക്കാനില്ല, കണ്ണും പൂട്ടി എടുക്കാം. ഒരു പരുക്ക് പറ്റില്ല. ഓക്കെ. എത്ര മൈലേജ് വരാൻ ചാൻസ് ഉണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആകുമ്പോൾ? നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കാരൻസ് കാണിച്ചിരുന്നു, ഒരു ബ്ലാക്ക്. അത് മൈലേജ് 18 നമ്മൾ പറഞ്ഞത്. അത് അറൗണ്ട് കസ്റ്റമർ 14 വണ്ടി കൊടുത്തു, അഡ്വാൻസ് വാങ്ങിച്ചു, 18 എടുത്ത് കിട്ടുന്നുണ്ട് അല്ലേ അറൗണ്ട്? ഓക്കെ. അപ്പോൾ അത്രയും മൈലേജ് ഉള്ള നല്ലൊരു 7 സീറ്റർ, ഇത്രയും ഫീച്ചേഴ്സ് ആണ്. വേറെ 7 സീറ്റർ നമുക്ക് കിട്ടും മൈലേജ് തന്നെ, പക്ഷേങ്കിൽ ഫീച്ചേഴ്സ് ഇത്ര കിട്ടത്തില്ല കിയ കിട്ടും പോലെ. അത്രയും സുഖമാണ്. ഓക്കെ. അപ്പോൾ പ്രൈസിങ് എങ്ങനെ? ഇപ്പോൾ പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 19,90,000, 19,90,000 രൂപയാണ്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. 2022 ലക്ഷറി ലൈൻ, ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഡീസൽ 1.5 ഡീസലാണ്. അത്യാവശ്യം നല്ല പവറും ഉണ്ട്, മൈലേജും ഉണ്ടാവും. അതെ, തീർച്ചയായും. ഓക്കെ. ഒരു 90% അപ്പോൾ ലോൺ 90% ലോൺ കിട്ടുകയും ചെയ്യും. ഓക്കെ. കമ്പനി വാറണ്ടിയിലാണ്. അത് തന്നെയാണ് നമ്മൾ കാണിച്ച ഓൾമോസ്റ്റ് വണ്ടികളുടെയും പ്രത്യേകത. കമ്പനി വാറണ്ടിയിലേക്കാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം.
അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഫോക്സ് വാഗൺ ടൈഗൂൺ എങ്ങനെ ഡീറ്റെയിൽ? 2021 11th month എന്ന് വെച്ചാൽ വണ്ടി ഇറങ്ങിയിട്ട് 1 വർഷവും 4 മാസവും 3 മാസവും 1.25 വർഷം ആവുന്നുള്ളൂ. നവംബർ, ഡിസംബർ, ജനുവരി. ഓക്കെ. അത് 1 ലിറ്ററിൽ വരുന്ന മാനുവലിൽ കംഫർട്ട് ലൈൻ വേരിയൻറ്റ്. കംഫർട്ട് ലൈൻ ടർബോ അല്ലല്ലേ? അല്ല, കംഫർട്ട് ലൈൻ. ടർബോ ഹൈ ലൈൻ ടോപ്പിലാണ്. ഹൈ ലൈനിലേക്ക്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇറങ്ങിയിട്ട് 1 വർഷവും 3 മാസമായി. 3 മാസവും അത്രേ പഴക്കമുള്ളൂ. അതെ. വെറും KL 11 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, വെറും 12,000 കിലോമീറ്റർ ഓടിയ ഒരു പരിക്കില്ലാത്ത ട്രെയിൻ പീസ് വണ്ടി. 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ ടർബോ അല്ല, അത്യാവശ്യം മൈലേജ് കിട്ടും. അതെ. ഒരു 15 കിട്ടൂല എന്തായാലും? എറൗണ്ട് കിട്ടും. എറൗണ്ട് ഏകദേശം 15 വരെ മൈലേജും കിട്ടുന്നുണ്ട്. വാറണ്ടി കഴിഞ്ഞോ? ഇല്ല, വാറണ്ടി 4 വർഷം എന്തായാലും വരുന്നുണ്ടല്ലോ. 2000 ആകെ 1 വർഷവും 3 മാസമായിട്ട് ഫോക്സ് വാഗൺ കൊടുക്കുന്നുണ്ടല്ലോ 4 വർഷം. ഓക്കെ ഓക്കെ. അപ്പോൾ അണ്ടർ വാറണ്ടി ഉള്ള അടുത്ത വാഹനമാണ് കാണിച്ചിരിക്കുന്ന വണ്ടികളൊക്കെ വാറണ്ടി വണ്ടികൾ തന്നെയാണ്. ഓക്കെ ഓക്കെ. അടുത്ത കമ്പനി വാറണ്ടി തന്നെ, ഷോറൂം വാറണ്ടി അല്ല, കമ്പനി വാറണ്ടി. ഷോറൂം വാറണ്ടി ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമുക്ക് ഷോറൂം വാറണ്ടി ഏത് വണ്ടിക്കാണോ നമ്മൾ ഇവിടെ ഉള്ള വണ്ടികൾക്ക് നമുക്ക് വാറണ്ടി കൊടുക്കാം. നമ്മൾ അതിന്റെ ചാർജ് അഡീഷണൽ ചാർജ് വരും. സാധാരണ എല്ലാവരും ആ ചാർജ് കൂടെ കൂട്ടിയിട്ടാണ് പറയാ. 50,000 രൂപ കൂട്ടും. ഒരു 10,000 രൂപന്റെ വാറണ്ടിക്ക് റേറ്റ് കൂട്ടി. നമ്മൾ അതിന്റെ ഒരു പ്രോഫിറ്റ് വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ്. വേണ്ടവർക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അത് നേരിട്ട് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്ന പോലെ. ഫിനാൻസിൽ നമ്മൾ ഇൻവോൾവ് അല്ല. അതേപോലെ രണ്ടും അവർക്ക് നമുക്ക് ആളുകളായിട്ട് നേരിട്ട് ആക്കി കൊടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. ഷോറൂം വാറണ്ടി ആവശ്യമില്ല, കാരണം പക്ഷേ കമ്പനി വാറണ്ടി ഉണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെയാണ് ആസ്കിങ്? ഇത് നമ്മൾ വെറും 10,95,000 രൂപയാണ് ചോദിക്കുന്നത്. 10,95,000 രൂപയ്ക്ക് 12,000 കിലോമീറ്റർ ഓടിയ 1 വർഷം 3 മാസം പഴക്കമുള്ള വണ്ടിയാണ്. അതായത് നിങ്ങളൊരു ചെറിയ ഹാഷ് ബാക്ക് കാറൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏകദേശം അതിന്റെ റേഞ്ചിൽ തന്നെ മൈലേജും കിട്ടും, അടിപൊളി ലുക്കും പെർഫോമൻസ് ഉള്ള ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ KL 11 വണ്ടി ആ ഒരു വിലക്ക് നിങ്ങൾക്ക് എടുക്കാനും പറ്റും. അതാണ് ഹൈലൈറ്റ്. ലോണ് 90% കിട്ടും. വേറെ ഒന്നും പറയാനില്ല. ഇതിന്റെയൊക്കെ സർവീസ് വരിക 15,000 കിലോമീറ്റർ. എല്ലാവരും നേരിട്ട് വരിക, കണ്ടു നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ പഠിച്ചിട്ട് മാത്രം വണ്ടി എടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു കൂടിയ ഹാഷ് ബാക്ക് ഏതെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ വിലയെന്ന് ഇപ്പോൾ ഒരു പ്രീമിയം ഹാഷ് ബാക്ക് അൾട്രോസോ അങ്ങനത്തെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ വിലയെന്ന് കുറച്ചുകൂടി കയറ്റിയിട്ടാൽ ഒരു അടിപൊളി സാധനം കോമ്പാക്ട് SUV. അതാണ് ഹൈലൈറ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള അണ്ടർ വാറണ്ടിയാണ്. നോക്കുക. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത എന്താ ചെറിയൊരു കോമ്പാക്ട് SUV ആണ്, കിയ സോണറ്റ്. നല്ല ഫീച്ചേഴ്സ് വരുന്നത് GT ലൈനാണെന്ന് തോന്നുന്നു. GT ലൈനാണ്, മാനുവൽ ആണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള വാഹനമാണ്. കോമ്പാക്ട് SUV-യിൽ എന്താ പറയാ, ഒരു ഒതുങ്ങിയ ബഡ്ജറ്റിൽ മൈലേജ് ഉള്ള വണ്ടി. ഡീസലാണ്, മാനുവലാണ്, 2020 മോഡലാണ്, സിംഗിൾ ഓണറാണ്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ഡിക്ക് ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. അതിന്റെ ഗ്ലാസ് മാറിയിട്ടില്ല. സ്ക്രാച്ച് വന്നിട്ട് മാറിയതാണ്. ഓക്കെ. അത് ഫുൾ ബമ്പർ ടു ബമ്പർ ഫുൾ ഹിസ്റ്ററി ഉണ്ട്. VDF ആക്കി നമുക്ക് കൊടുക്കാം. ഓക്കെ. 3 വർഷം കൊണ്ടാണ് ആ ഒരു ഓട്ടം വന്നത്. വലിയ ഓട്ടമല്ല, ഡീസൽ വണ്ടി. മൈലേജ് ഉള്ള വണ്ടിക്ക് വലിയ ഓട്ടമല്ല. വലിയ ഓട്ടമല്ല, ഡീസൽ അതിന്റെ ഒരു ഓട്ടമാണ്, വേറെ ഒന്നുമില്ല. ഇതിലും വെന്റിലേഷൻ സീറ്റും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സൺറൂഫും എല്ലാ ഓൾമോസ്റ്റ് എല്ലാം വരും. ഓക്കെ. മൈലേജ് ഉണ്ടാവും 18-20 റേഞ്ച് മൈലേജ് ഉണ്ട്. 20 വരെ കിട്ടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. എത്രയാ നമ്മൾ ചോദിക്കുന്നത്? വെറും 11,65,000 രൂപ. 11,60,000 ഓപ്ഷൻ വണ്ടിയാണ്. GT ലൈനാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. ഡീസൽ, മാനുവൽ, സിംഗിൾ ഓണർ, 2020, 50,000 ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനമാണ്. ഓക്കെ. നമുക്കൊരു 10 ലക്ഷം എബോവ് ലോൺ ഉണ്ട്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഇതൊക്കെ മെയിൻ്റെനൻസ് ചാർജൊക്കെ ഇതിനൊക്കെ എത്ര വരുന്നുണ്ട്? സർവീസ് ചാർജൊക്കെ? സർവീസ് ചാർജ് ഒരു 6,000 രൂപ ആ റേഞ്ചിൽ വരുന്നത് ഞാൻ മനസ്സിലാക്കാം. ഒരു 6,000. ഓക്കെ. പ്രീമിയം വണ്ടികൾ നമ്മൾ നേരത്തെ കാണിച്ച പിന്നെ നോക്കണ്ട. എന്തായാലും നിങ്ങൾ 25,000-30,000 രൂപ വേണ്ടേ പറ്റൂ അല്ലേ? കമ്പനികളിൽ പുറത്ത് നമ്മൾ ചെയ്യണം 10 രൂപ 12 രൂപ ചെയ്യാൻ പറ്റും. അതായത് കമ്പനികളിൽ ചെയ്യണം, കാരണം അതിന്റെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടികൾ വാറണ്ടി കമ്പനി തന്നെ, അപ്പോൾ അവിടെ തന്നെ ചെയ്യണം. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. ഈ സാധാരണക്കാർക്ക്, ഒരു മിഡിൽ ക്ലാസ്സുകാർക്ക് എടുക്കാൻ പറ്റിയ ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സ് വരുന്ന വാഹനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു സാധനമാണ് കിയ. അതിൽ തന്നെ സോണറ്റ്, സെൽറ്റോസ്, അതിലാണ് ഇതാ സെൽറ്റോസിൽ വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ നോർമലി കിയയുടെ പറയാറുള്ളത് GT ലൈനാണ് ഏറ്റവും ടോപ്പിന്റെ നമ്മൾ പറയാറുള്ളത് അല്ലേ? അതിന്റെ മേലെ വരുന്ന വന്നിട്ടില്ല. എക്സ് ലൈൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എക്സ് ലൈൻ അവിടുന്ന് ചെയ്തിട്ടില്ല. ഓക്കെ, പറഞ്ഞോളൂ. 2022 മോഡല് സെൽറ്റോസിന്റെ എക്സ് ലൈൻ എന്ന് പറഞ്ഞ വേരിയന്റ്. എക്സ് ലൈൻ എന്ന് പറഞ്ഞാൽ GT ലൈനാണ് നമ്മൾ മൊത്തത്തിൽ എല്ലാവരും
ഫുൾ ഓപ്ഷൻ എന്ന് പറയാറ്. അതെ, അതിൻ്റെ ഇങ്ങോട്ട് 1 ലക്ഷത്തിന്റെ മുകളിൽ വില കൂടുന്ന വണ്ടിയാണ്. ലിമിറ്റഡ് സീരീസിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വരുന്ന വണ്ടിയാണ് എക്സ് ലൈൻ. ഇതിന്റെ കളർ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഇത് നമ്മൾ വന്നിട്ട് മാറ്റ് ഫിനിഷ് കളറിലാണ് വരുന്നത്. അതെ, മാറ്റ് ഫിനിഷ് ആ ലുക്ക് തന്നെ ഒരു പ്രത്യേക ലുക്കാണ്. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. ഓക്കെ, എന്താണ് കാര്യമായിട്ട് മാറ്റം എന്താ വരുന്നത് ഇതുമായിട്ട്? ഇതിന്റെ കളറ് പല പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇന്റീരിയറിന്റെ സീറ്റ് മറ്റേ കസ്റ്റമൈസ് വരുന്ന കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ ലെതറാണ് വരുന്നത്. അതിൽ തന്നെ ഒരു ബ്ലൂ ഫിനിഷ് ഞാൻ കണ്ടു, ഫിനിഷിംഗ് വരുന്നുണ്ട്, ഒരു പ്രത്യേകിച്ച് ഒരു ബ്ലൂ ഫിനിഷ്. പിന്നെ ഇത് ഹെഡ് ഓഫ് ഡിസ്പ്ലേ ഇതിൽ മാത്രം വരുന്നതാണ്, GT ലൈനിൽ വരുന്നില്ല. ഹെഡ് ഓഫ് ഡിസ്പ്ലേ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാരണ ഓഡിയോമീറ്ററിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഇങ്ങനെ കാണിക്കാം, റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു ലിമിറ്റഡ് സീരീസ് ആണ് സാധനം. എനിക്ക് ഇതാണ് ഫുൾ ഓപ്ഷൻ വണ്ടി. ലിമിറ്റഡ് ആയിട്ട് ഇറക്കിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകത. പിന്നെ ഫിനിഷ് അതൊരു അപാര ലുക്കാണ്, ഒരു മാറ്റ് ഫിനിഷ് അപാര ലുക്കാണ്. മോഡൽ 2022, സിംഗിൾ ഓണർ, 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ഉള്ള പെട്രോൾ ആക്സിഡന്റ് വാറന്റി ഉള്ള വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 17 റേഞ്ച് കിട്ടൂല ഡീസൽ ഓട്ടോമാറ്റിക് ആകുമ്പോൾ. മൈലേജ് സെൽറ്റോസ് GT കിട്ടുന്നതിനെ മൈലേജിന് നമുക്ക് വരും. എഞ്ചിൻ സ്പെക്കിൽ വ്യത്യാസം വരുന്നില്ല, അതിൽ ആ മൈലേജ് തന്നെ വരുന്നത്. ഓക്കെ, 17 വാണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ 20 വരെ കിട്ടുന്നതൊക്കെ പറയുന്നുണ്ട്. 17 കൂട്ടിക്കോളൂ. അതെ, 17-18 ഇൻഷുറൻസ് കൂട്ടാം. ഓക്കെ, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 മോഡൽ, കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്നതാണ്. 2026 വരെ വാറണ്ടി അല്ലേ? ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് നമ്മൾ വന്നിട്ട് 19,90,000 രൂപ. 19,90,000 എക്സ് ലൈൻ 2022 GT ലൈൻ്റെ മുകളിലുള്ള ഓപ്ഷനാണ്. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ മാറ്റം വരുന്നുണ്ട് രണ്ടുമായിട്ട്. അപ്പോൾ അതിന് മുകളിൽ വരുന്ന ഓപ്ഷനാണ്. 2022 വാഹനം, 20,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. കമ്പനി വാറണ്ടി നോക്കിയിട്ട് എന്തായാലും എടുക്കുക, 0 ക്ലെയിം ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലേ? 90% എബോവ് ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ, ഹ്യുണ്ടായി അൽക്കാസർ നമ്മൾ ഇവിടുന്നാന്ന് തോന്നുന്നു ആദ്യമായിട്ട് കാണിച്ചത് സ്റ്റോർ മാർക്കറ്റിൽ. ഇവിടെ തന്നെയാണ് കാണിച്ചത് മുന്നേയും. ഓക്കെ, അപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? അൽക്കാസർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 അൽക്കാസർ ഉണ്ട്. ഇപ്പോൾ ഒന്നേ കാണിക്കുന്നുള്ളൂ. ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്. 3 വേരിയന്റിലുണ്ട്. നമ്മളിത് കാണിക്കാം. 7 സീറ്റർ അൽക്കാസർ. 7 സീറ്ററിൽ ഇത് സിഗ്നേച്ചർ ഓപ്ഷൻ ഓട്ടോമാറ്റിക് 2022 മോഡൽ, 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. ഡീസലിൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. 27 ലക്ഷം രൂപ വില വരുന്ന വണ്ടി. പുതിയ വണ്ടിക്ക്. ഇതും അത്യാവശ്യം എത്ര മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇത് അറൗണ്ട് ഒരു 16-17 ഉണ്ട്. 16 കുറച്ച് കുറയും. കുറച്ച് കൂടുതൽ കിട്ടും അല്ലേ? ഓക്കെ, ഏകദേശം സെയിം ആണ് രണ്ടുപേരെ. കമ്പനിയെല്ലാം സെയിം ആണ്, ഏകദേശം ഉണ്ടാക്കിയ സെയിം ആണ്. ഓക്കെ, ഇതിൽ തന്നെ 6 സീറ്ററും വരുന്നുണ്ട്, 7 സീറ്റർ ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ഡീസൽ വേരിയന്റ്. വാറണ്ടിയിൽ അടിക്കാമല്ലോ? എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്, പുതിയ ടയർ ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്. സർവീസ് ഇപ്പം 40,000 ഇപ്പം 39,000 അഡ്വാൻസ് ആയിട്ട് സർവീസ് ചെയ്തിട്ടുണ്ട്. ഡീസൽ അടിക്കുക, ഓടിക്കുക, ഒന്നും ചെയ്യാനില്ല, അത്രേ ഉള്ളൂ. എത്ര കൊടുക്കാം? നമ്മൾ ലാസ്റ്റ് 21,50,000 രൂപ. 21.5 ലക്ഷമാണ്. 20 ലക്ഷം രൂപ ലോണും കിട്ടും. 20 ലക്ഷം രൂപ. അത്യാവശ്യം മൈലേജ് ഉള്ള വീണ്ടും ഒരു 7 സീറ്ററാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകും. നമ്മളിപ്പോൾ കുറേ സെമി പ്രീമിയം കണ്ടു. ഇനി നമുക്ക് പ്രീമിയത്തിലേക്ക് വരാം. വീണ്ടും ബെൻസിൻ്റെ GLA ആണ്. GLA 200 ഡീസലാണ് വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡൽ. ഓക്കെ, സെക്കൻഡ് ഓണർ, 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. GLA 200 ഡീസൽ, സൺറൂഫ് വരാത്ത മോഡൽ. 2015 മോഡൽ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, എല്ലാം കറക്റ്റ് പോയിട്ടുണ്ട്. ലാസ്റ്റിലെ 2 സർവീസ് പുറത്തുനിന്നാണ്, കമ്പനി നല്ല വാറണ്ടി കഴിഞ്ഞതിന് ശേഷം പുറത്തുനിന്നാണ് ചെയ്തത്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ 30,000 കിലോമീറ്റർ ഓടിയതിൻ്റെ സർവീസ് പുറത്തുനിന്നാണ്. 30,000 അടുത്ത് ഏകദേശം സർവീസ് ആയില്ലേ? അതെ, ഏകദേശം. ബാക്കിയെല്ലാം കമ്പനിയിൽ തന്നെ ചെയ്ത വാഹനമാണ്. 2015 മൈലേജ് എത്ര കിട്ടും ഇതിന്? അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഈ സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ഹാച്ച് ബാക്ക് ആണോ വെച്ചാൽ ഹാച്ച് ബാക്ക് ആണ്, SUV ആണോ വെച്ചാൽ SUV ആണ്. രണ്ടും കൂടെ ആയിട്ടുള്ള സങ്കരയില്ല. ഒരു ലേഡീസിനൊക്കെ പറ്റിയ വണ്ടി. ക്രോസ് ഓവർ അല്ലേ? ഒരു 16 കിട്ടുമോ? 15 മുകളിൽ തന്നെ കിട്ടും. എന്തായാലും കിട്ടും. 16 ഇഞ്ച് അറൗണ്ട്. ഓക്കെ, അതെ. പറഞ്ഞോളൂ, പ്രൈസിങ് എങ്ങനെയാണ്?
ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 18,25,000 രൂപ, 18 ലക്ഷം രൂപ കൊടുക്കാൻ പോകുന്നു. 18 ലക്ഷത്തിന് 2015 72,000 കിലോമീറ്റർ ഓടിയ GLA 200 ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. മാക്സിമം ലോൺ കയറും. ഓക്കെ, അടുത്ത ഹ്യുണ്ടായി ക്രെറ്റ വന്നു. ഡീസലാണ് ഇതും. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ. 2018 മോഡല് ക്രെറ്റ SX ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ഡീസൽ ഫുൾ ഓപ്ഷൻ ടൈപ്പ് 3 വരുന്ന ഘട്ടം. ഈ ലാസ്റ്റ് 2020 മാറുന്നതിന് മുമ്പുള്ള ഷേപ്പില്ലേ, സൺറൂഫ് വരുന്ന മോഡൽ. സൺറൂഫ് വരും, അതേപോലെ തന്നെ 6 എയർ ബാഗ് ഉണ്ടോ? അതെ, 6 എയർ ബാഗ് വരും, ഓട്ടോമാറ്റിക് ഡീസൽ. അപ്പോൾ ഒരു 16-17 ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. മാനുവൽ ആണെങ്കിൽ 18-20 കിട്ടിയാൽ ഒരു 16-17 വരെ മൈലേജും പ്രതീക്ഷിക്കും. 15 അഷുറൻസ്, 15 ഉറപ്പിച്ച് പറയുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, എത്രയാണ് പ്രൈസിങ് ഇപ്പോൾ? പ്രൈസ് വന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് 12,30,30,000 രൂപ. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 12,30,30,000. സീറോ ക്ലെയിം, റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, പുതിയ ടയറാണ്, പുതിയ ഇൻഷുറൻസ് ആണ്, എല്ലാ ഭാഗവും ഫിറ്റാണ്, എല്ലാം ഗുഡാണ്. ഡീസൽ വണ്ടിയുടെ ആ ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. മാക്സിമം ലോൺ കയറുള്ളൂ. ഒരു 11 രൂപ ലോൺ കയറും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ജീപ്പ് കോമ്പസ് ആണ്, ഒരു ബ്ലാക്ക് കളർ വാഹനം. ഏത് ഓപ്ഷൻ? ലിമിറ്റഡ് ആണല്ലേ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ. 2018 മോഡല്, സിംഗിൾ ഓണർ, കിലോമീറ്റർ 96,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസുള്ള, നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഡീസൽ വേരിയന്റ് ആണ്, മാനുവലാണ്. അതെ. ഓക്കെ, 2000 cc ആണ് വാഹനം വരിക. അതെ. MG, ഇത് ടാറ്റ ഹാരിയർ, അതൊക്കെ ഒരേ സെഗ്മെന്റ് ആണ്. ടോപ്പ് എൻഡ് ആണ് ഹാരിയറിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൈലേജ് ഒരു 16 കിട്ടുമോ? 15 അറൗണ്ട് മൈലേജ് കിട്ടും. 15 അറൗണ്ട്. 2000 ആയതുകൊണ്ടാണ്. അതിൽ കുറഞ്ഞാണെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്, നല്ല സ്റ്റെബിലിറ്റി ഉള്ള വണ്ടിയാണ്, സേഫ്റ്റി ഫീച്ചർ ഉള്ള വണ്ടിയാണ്. അമേരിക്കൻ ബ്രാൻഡാണ്. ജീപ്പിനെ പറ്റി ഞാൻ കൂടുതൽ എന്ത് പറയാനാ, അറിയാത്തവർക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ജീപ്പ് എന്താണെന്ന് ഗൂഗിളൊന്ന് അടിച്ചു നോക്കിയാൽ മതി. പുതിയ വണ്ടിക്ക് അറൗണ്ട് എനിക്ക് തോന്നുന്നു 20-30 ലക്ഷം രൂപ മുകളിൽ വരുന്നുണ്ട്. ഓക്കെ, അത് കുറച്ച് മാറ്റങ്ങളുണ്ട്. വണ്ടി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതിനിപ്പോൾ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ വില 11,95,000 രൂപ. 11,95,000. 90,000 കിലോമീറ്റർ ഓടിയ ലിമിറ്റഡ് സിംഗിൾ ഓണർ വണ്ടി, നോ റീപ്ലേസ്മെന്റ്, നോ ആക്സിഡന്റ്, ഒന്നുമില്ല. അതെ, ക്ലീൻ, നല്ല പെർഫോമൻസ് ഉള്ള വണ്ടി. ഇൻഷുറൻസ് ഒക്കെ ഇപ്പോൾ? ഇൻഷുറൻസ് ടൈമുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു 15 ലക്ഷം രൂപ IDV ഉണ്ട്, 12 ലക്ഷം രൂപ മുകളിൽ ലോണും കിട്ടും. ഓക്കെ, നമ്മൾ പ്രീമിയം സെഗ്മെന്റിൽ കൂടുതൽ ലോൺ കിട്ടും. പ്രീമിയം സെഗ്മെന്റിൽ വരുന്നൊരു വാഹനം തന്നെയാണ്. അപ്പോൾ സർവീസ് കോസ്റ്റ് നിങ്ങൾ അത്ര തന്നെ ഏകദേശം കാണണം അല്ലേ? ഒരു 10-20,000 രൂപ കമ്പനി ചെയ്യുന്നുണ്ട്. സർവീസ് കോസ്റ്റ് 15,000 മുതൽ സർവീസ് കോസ്റ്റ് കാണണം. റെഗുലർ സർവീസിനാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലെത്തേക്കാണ്. MG ഹെക്ടർ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലാക്ക് MG കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെഡ് കാണിച്ചു. അതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ബ്ലാക്ക് കാണിച്ചു. അത് 2021 ആയിരുന്നു. ഇത് 2016 മോഡല് MG ഹെക്ടറിന്റെ ഡീസൽ വേരിയന്റിന്റെ ഷാർപ്പ് ടോപ്പ് എൻഡ് വരുന്നത്. മാനുവലാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 16 മോഡൽ അല്ലേ? 19 മോഡൽ, 2019 മോഡല്. ഷാർപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി. MGയുടെ യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള വണ്ടി. ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മൈലേജ് കിട്ടുന്ന ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി. സാധാരണ പെട്രോൾ വണ്ടിക്ക് 8 കിലോമീറ്ററാണ് മൈലേജ് കിട്ടുന്നത്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഈ വണ്ടിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഒരു ക്ലെയിം പോലും ചെയ്തിട്ടില്ല. ഒരു പെയിന്റ് പോലും മാറ്റി അടിച്ചിട്ടില്ല. ഒറിജിനൽ പെയിന്റ് ആണ്. പക്ഷെ വണ്ടിയുടെ മുകളിൽ 2-3 സ്ഥലങ്ങളിലായിട്ട് ചെറിയ സ്ക്രാച്ചുകളുണ്ട്. ഈ വണ്ടി ഇന്നലെ വന്നതേ ഉള്ളൂ നമ്മുടെ അടുത്ത്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. അത് കസ്റ്റമറുടെ അടുത്ത് കാണിച്ചിട്ട് അതേപോലെ പെയിന്റ് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കൃത്യമായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. വണ്ടിയിലെ ചെറിയ സ്ക്രാച്ചുകൾ അവിടെ ഉണ്ട്. പക്ഷേ ഒറിജിനൽ പെയിന്റ് ആണ്. ഒരു ക്ലെയിം പോലും ഇതുവരെ ചെയ്യാത്ത കറക്റ്റ് കമ്പനി മാത്രം സർവീസ് ചെയ്ത വണ്ടി. ഈ വർഷം ഡിസംബർ വരെ അറൗണ്ട് വാറണ്ടി പെൻഡിംഗ് ഉള്ള വണ്ടി. വാറണ്ടി നിലവിലുള്ള വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും ഡിസംബർ വരെ അറൗണ്ട് വാറണ്ടി നിലവിലുണ്ട്. ധൈര്യമായിട്ട് എടുക്കാം. നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അതെ, കറക്റ്റ് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 13,20,000 രൂപ. 13,20,000 2019 മോഡൽ ടോപ്പ് എൻഡ് വേരിയന്റ് ഷാർപ്പ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ. ഡീസലിന് മാനുവലാണ് ഫുൾ ഓപ്ഷൻ. അപ്പോൾ നോക്കാം. നമ്മളൊരു എന്താ പറയുക, ഒരു ക്രെറ്റ അല്ലെങ്കിൽ ആ ഒരു സീരീസ് നോക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഓടിക്കാൻ സുഖം, ലെഗ് സ്പേസ്, യാത്ര കംഫർട്ടായിട്ടുള്ള വണ്ടിയാണ് MGന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ സൗകര്യം. ഓട്ടോമാറ്റിക്കിന് മൈലേജിന്റെ പ്രശ്നമുണ്ട്. അതാണ് മാത്രം പ്രശ്നം പറയുന്നത്. ഇതിന് മൈലേജും കിട്ടും. ഡീസലാവും മൈലേജും ഉണ്ടാവും. പക്ഷേ ഓട്ടോമാറ്റിക് ആവില്ല, മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും. അത്രേ ഉള്ളൂ. യാത്ര കംഫർട്ടായിരിക്കും. ഓക്കെ,
അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇനി വീണ്ടും അടുത്ത സ്റ്റോക്കുമായിട്ട് നമുക്ക് വീണ്ടും ഷമീർക്കയുടെ അടുത്ത് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെ, നമ്മൾ സൺഡേയിലും ഓപ്പൺ ചെയ്യുന്നുണ്ട്. എല്ലാ സൺഡേ ഓപ്പൺ ആണ്. ഈവനിങ് 5:30 വരെ നമ്മളുണ്ടാവും. വീണ്ടും നിങ്ങളോട് പറയുകയാണ്, എല്ലാവർക്കും സ്വാഗതം. വരിക, ഷോറൂം കാണുക. അതെ, നമ്മൾ വീണ്ടും പറയാനുള്ളതാണ്, വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്, ആർദ്രമായി ക്ഷണിക്കുകയാണ്. എല്ലാവരും വരിക, കാണുക, പരിചയപ്പെടുക, പരിചയം ഉണ്ടാവുക. സന്തോഷം. അത്രയും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ. താങ്ക്സ്. ബൈ.